ഹായ് കൂട്ടുകാരെ, ഏലത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുമ്പ് ഞാൻ ഏലത്തിനകത്ത് മുള്ളു കുത്തുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നുവല്ലോ. അതിനുശേഷം വളമിടുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന വളം ആട്ടിൻകാട്ടമാണ്. ആട്ടിൻകാട്ടം ഇടുന്നതിൻ്റെ ഗുണങ്ങൾ എന്തെന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഏലകൃഷിയിൽ ആട്ടിൻകാഷ്ടം ഉപയോഗിക്കുന്നത് ചെടികളുടെ കരുത്തുറ്റ വളർച്ചയ്ക്ക് ഏറ്റവും മികച്ച മാർഗ്ഗമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ ഏലച്ചെടികൾക്ക് ആവശ്യമായ കൃത്യമായ അളവിൽ ലഭ്യമാകുന്നു. ആട്ടിൻകാഷ്ടം മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് ഏലത്തിൻ്റെ വേരുകൾ പെട്ടെന്ന് പടരാനും ആരോഗ്യമുള്ള തൈകൾ വളരാനും അത്യാവശ്യമാണ്. മറ്റു വളങ്ങളെ അപേക്ഷിച്ച് ആട്ടിൻകാഷ്ടം പതുക്കെ മാത്രമേ മണ്ണിൽ അലിഞ്ഞു ചേരുന്നുള്ളൂ. അതുകൊണ്ട് ദീർഘകാലത്തേക്ക് ഇത് ചെടിക്ക് പോഷകങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഇത് ഏലക്കയുടെ വലിപ്പവും ഗുണമേന്മയും വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നു. പൂർണ്ണമായും ജൈവ രീതിയിലുള്ള ഈ വളപ്രയോഗം മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനും മികച്ച വിളവ് ഉറപ്പാക്കാനും കർഷകർക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് ആട്ടിൻകാട്ടം. ചുരുക്കി പറഞ്ഞാൽ സമഗ്ര പോഷണം, ജലസംരക്ഷണം, വേരുകളുടെ വളർച്ച, ദീർഘകാല ബലം, മികച്ച വിളവ്, ഇതാണ് ആട്ടിൻകാഷ്ടം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഗുണം. ഹലോ കൂട്ടുകാരെ, ഈ വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് you.